ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്കൊന്നൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്ക് ഒരു ഉരുളി വെച്ച് ഗ്യാസിലേക്ക് ഒരു ഉരുളി വെച്ച് അടുത്തേക്ക് വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സബോള കൂടിയും ചോപ്പറിൻ്റെ അകത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ഏറെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നമ്മൾ തെളിഞ്ഞ് വരണം. അതുപോലെ എത്രമാത്രം എണ്ണ ഒഴിക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു ഹെൽത്തി ഡിഷെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കുന്നുണ്ട്. അടച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കരിവേപ്പിലൂടെ ഇടുക. എന്നിട്ട് പിന്നെ ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് സബോള വഴണ്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. സബോള വഴണ്ട് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ, സബോളയുടെ കളറൊക്കെ മാറി വന്നു. അപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി, അതിൻ്റെ അകത്തേക്ക് ഒരു 2 തക്കാളി, വലിയ തക്കാളി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. ഞാൻ അങ്ങനെ എക്സ്ട്രാ വലിയ പൗഡറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ സാധാ പൊടികൾ മാത്രം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അങ്ങനത്തെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ. എന്നിട്ട് ചിക്കനോട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചു കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല. ചിക്കൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് വെള്ളമോടെ ഒഴിച്ചു. എന്നിട്ട് ചിക്കൻ വേകുന്നിടം വരെ വെച്ചു. അവസാനം കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.